മാതാവ് എന്തു പറഞ്ഞാലും ഉപ്പ എന്തു പറഞ്ഞാലും കയ്യില്ല വാക്ക് പറയരുത്. നാം കാരണത്തിൽ അവർ വിഷമിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നത്. എത്രയോ വലിയ വലിയ മഹത്തുക്കൾ മാതാപിതാക്കളെ വെറുപ്പിച്ചതിന്റെ പേരിൽ സ്വഹാബിയായിരിക്കുന്ന വ്യക്തി പോലും മഹാനായ ഉമ്മ ഒരിക്കൽ വിളിച്ചപ്പോൾ ഉത്തരം ചെയ്യാത്തതിന്റെ പേരിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കലിമ ചെല്ലാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ജുറൈജ് റളിയല്ലാഹു അൻഹു ഹദീസിലെ റിയാസ് സ്വരീലിലെ ഇമാം ബുഖാരി സഹീഹ് ബുഖാരി പോടുന്ന ഹദീസാണ്. ആള് സ്വഹാബിയാണ്, പക്ഷേ കലിമ ചെല്ലാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചു എന്നതായിരുന്നു കാരണം. സുന്നത്ത് ഞാൻ കഴിഞ്ഞ സ്വലാത്തിന്റെ മജ്‌ലിസിൽ കഴിഞ്ഞതിന്റെ തൊട്ടുമ്പത്തെ മജ്‌ലിസിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാം സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഉമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ചാൽ അവർ ടെൻഷൻ അടിക്കുമെങ്കിൽ ഉത്തരം ചെയ്യുകയാണ് വേണ്ടത്. നിസ്കരിക്കാണ് ചിലപ്പം ഒരു നിസ്കാരം നിസ്കാരത്തിലാണ് വിളിക്കുന്നതെങ്കിൽ ഉമ്മ വിളിച്ചാൽ ഉത്തരം ചെയ്യണം. ഉത്തരം ചെയ്യാതിരിക്കുകയും ചെയ്യണം. പക്ഷെ അവർ ടെൻഷൻ അടിക്കുമെങ്കിൽ ഉത്തരം ചെയ്യുകയാണ് വേണ്ടത്. ഒന്നും കയ്യില്ലെന്ന് പറയരുത്. വീട് കയറ്റാൻ പറഞ്ഞാൽ കയറ്റാൻ വേണ്ടി പോകണം. അമ്മ ഞാൻ പൊന്തിച്ചു നോക്കി പൊന്തിൽ ഞാൻ പറയാം. എന്നാലും അതിന്റെ ആമുഖത്തിൽ പ്രാരംഭ കാര്യത്തിൽ നാം ചെയ്തു കൊടുക്കണമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഒന്നും ഇല്ലെന്ന് പറയരുത്. അത്രക്കും വലിയ പവറാണ് മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് മാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബായി പരസ്പരം സ്നേഹിക്കേണ്ട ആളുകൾ, സൗഹൃദത്തിൽ ഏർപ്പെടേണ്ട ആളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്നത് മോശമല്ലേ അഹ്മദ്? ഈ ഉപദേശം മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പിന്നെയും ഒരു വർഷത്തോളം പറഞ്ഞു നടന്നു എന്നാ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ വർഷം ചെന്നു. പക്ഷെ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു പറഞ്ഞു, നിനക്ക് 2 വർഷവും തന്ന ഉപദേശം അതനുസരിച്ച് നീ ജീവിച്ചാൽ വിജയം ഉറപ്പാണ്. സയ്യിദുനാ അബ്ദുൽ മലിക്കുൽ ഖർനൂബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ഉപദേശം അങ്ങ് സ്വീകരിച്ചു, ജീവിച്ചു എന്ന് മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. മറ്റുള്ള മഹത്തുക്കളിൽ നിന്ന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വേർതിരിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. മനുഷ്യേതര ജീവികളോട് വലിയ കാരുണ്യമാണ്. മനുഷ്യേതര ജീവികളോട് മനുഷ്യന്മാരോട് കാരുണ്യമുണ്ട്. മറ്റുള്ള ജീവികളോട് നായക്ക് വ്രണം ബാധിച്ച് അവശനായി നിന്നിരുന്ന നാട്ടുകാരൊക്കെ തന്റെ നാട്ടിൽ നിന്ന് പുറത്തു ചാടിച്ചിരുന്നായിരിക്കണം നായക്ക് ഹിദുമ ചെയ്ത മഹാനാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ മുറിവുണങ്ങാൻ വേണ്ടി മരുന്ന് വെച്ച് കെട്ടി വാസനിച്ചിട്ട് ജനങ്ങൾ തടുക്കാൻ കഴിയാത്ത അവസ്ഥയെത്തിയിരുന്നു. അങ്ങനത്തെ നായക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുത്ത മഹാനാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഒളു എടുക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോഴാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു കൊതുകിയിരിക്കുന്നത്. ശിഷ്യന്മാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? നിസ്കരിക്കാൻ, ഇമാമത്ത് നിൽക്കാൻ വേണ്ടി. ഉസ്താദ് വരുന്നില്ല. ഉസ്താദ് കൈ ഇങ്ങനെ നീട്ടി നിൽക്കുന്നു. അപ്പൊ എന്താ നോക്കും? കുട്ടികൾ ചെന്ന് നോക്കിയപ്പോ കൊതുകാണ്. അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആ പാവൻ ജീവിന്റെ ഭക്ഷണം മുടക്കിയാലോ? ഇങ്ങനെ മനുഷ്യേതര ജീവികളോട് വലിയ കരുണയുള്ള വ്യക്തിയായിരുന്നു മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. മനുഷ്യേതര ജീവികളോട് നമുക്ക് കരുണ വേണം. അത് നമ്മുടെ ആത്മീയ രംഗത്ത് ഉയരുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് ഈ ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഹജ്ജ് വേളയിൽ മദീനത്ത് ചെന്ന സമയത്ത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ചുകൊണ്ട് പല പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പിന്നീട് അവസാനം പറയുന്ന ഫീ ഹാലത്തിൽ ബുദി റൂഹി കുന്തു റുസിലുഹാ തുഖ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. ധൈര്യമുണ്ടോ നമുക്കിങ്ങനെ പറയാൻ? ദൂരദിക്കിൽ നിന്ന് ഈ ഹാലത്തിൽ മദീനത്തെത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, നബിയേ, ഞാൻ എല്ലാ ദിവസവും ആസ്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്.
നമ്മൾ രണ്ടുപേരും ആത്മീയ ബന്ധമുണ്ട്. ഇന്നൽ ഈമാന ലയഗ്രിസുൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു സർപ്പം മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എപ്പോഴും മാളത്തിലെത്തണമെന്ന ചിന്തയാണ്. അതേ പുറത്തിറങ്ങി ഇര തേടാൻ വേണ്ടി പുറത്തിറങ്ങിയതാണെങ്കിലും പിന്നീടും ആ സർപ്പത്തിന്റെ ചിന്ത പിന്നെയും മാളത്തിലെത്തണമെന്നാണ്. ഇതുപോലെ മുഅ്മിനായ മനുഷ്യനാണോ? ഇന്നൽ ഈമാന ലയഗ്രിസുൽ മദീനതി കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സെപ്പോഴും മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. മദീനയുമായി ബന്ധം വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ബന്ധം വേണം. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുറദു അലയ്യ അഅമാലുക്കും ഫമാ റഅയ്തു മിൻ ഖൈറിൻ ഹമിദുല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. തുറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളും സർവകർമ്മങ്ങളും എന്റെ മേൽ വെളിവാക്കപ്പെടുന്നു. ഞാൻ അറിയുന്നുണ്ട്. ആരും അറിയാതെ ഉപ്പ അറിയരുതെന്നുണ്ട്, ഉമ്മ അറിയരുതെന്നുണ്ട്, അതെ തന്റെ ഉസ്താദ് അറിയരുതെന്നുണ്ട്. ആരും അറിയാതെ നമ്മുടെ പ്രൈവറ്റ് റൂമിൽ വെച്ചുകൊണ്ട് നാം സ്വന്തമായി ചെയ്യുന്ന തെറ്റില്ലയോ? അതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞുപോയി, മുത്തുനബി കണ്ടുപോയി. നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും മദീനയിലെത്തിക്കാൻ ഒരു മലക്കിനെ തന്നെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സർവ്വറാവിമാരും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ 100% യോഗ്യതയുള്ള ആളുകളാണെന്ന് മജ്മഉ സവായിദിൽ പറയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ റഅയ്ത മിൻ ഖൈറിൻ ഹയ്യത്തുല്ലാഹ്. എന്റെ ഉമ്മത്തിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായി ഞാൻ അറിയുമ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് പറയുന്നു. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിന്ന് അറിയുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഒരു കണക്ഷൻ വേണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നുകൊണ്ട് പറയുന്നു, എന്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. ഫഹദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹലറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. എത്രയോ ദൂരം എന്നുകൊണ്ടാണ് എന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാ എന്ന് എന്റെ മനസ്സിന് ഞാൻ ഇങ്ങോട്ട് തിരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്റെ ഭൗതിക ശരീരം തന്നെ ഇപ്പോൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തരണം, എന്റെ ചുണ്ടൊന്ന് വെക്കാനാണ്. 90,000 ആളുകൾ അന്നത്തെ ഹജ്ജിന് വന്നത് മദീനയിൽ അന്നത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം സുയൂത്തി ഹാവിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് സാക്ഷിയാണെന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തി. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ പല പ്രമുഖരും ആ സംഭവത്തിന് സാക്ഷിയാണ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടാൽ അതേ ഒരു മുഹിബ്ബായ വ്യക്തി, സ്നേഹിക്കുന്ന വ്യക്തി, സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി ഹബീബിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവിടുന്ന് ഒരിക്കലും നിരാശരാക്കില്ല. മഹാനായ സുൽത്താനുൽ ആരിഫീൻ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ ഫമദ്ദ യദഹു ശരീഫാ, ആ ശരീഫായ കൈ മുത്തുനബി നീട്ടി. മിൻ ഖബ്രിഹിൽ കരീം, ഖബറിൽ നിന്ന് നീട്ടി എന്ന് മാത്രമല്ല മദീനയൊട്ടാകെ പ്രകാശിക്കുകയാണ്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ചുംബിച്ചു. ചരിത്രം സാക്ഷിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ മഹത്വമുള്ള മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. ഇവരെ അനുസ്മരിക്കാൻ ഇവർ വഫാത്താകുന്ന മാസം വരുമ്പോൾ അവരെ അനുസ്മരിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. അമ്പിയാക്കളെ കുറിച്ച് പറയുന്നത് ഇബാദത്താണ്, സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദോഷം പൊറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്.
മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദറജ അല്ലാഹു ഉയർത്തണം അല്ലാഹ്. അവരുടെ മദദ് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, ഞങ്ങളുടെ ഉപ്പമാര് ഉമ്മമാര്, അതേ വേണ്ടപ്പെട്ട പലരും മൂത്താപ്പമാര് മൂത്തമ്മമാര് അമ്മാവന്മാര് അമ്മായിമാര് അയൽവാസികൾ കുടുംബക്കാരും പലരും ഖബറിലാണ് അല്ലാഹ്. അവർക്ക് നീ സുഖജീവിതം നൽകണം അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. പടച്ചോനെ, അവരെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്.